ക്രീമി പരുവത്തിലുള്ള നല്ലൊരു പാലട പ്രഥമൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പായസമാണ് കേട്ടത്. മറ്റു പായസങ്ങളിലൊക്കെ ചേർക്കണ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അട വെള്ള കളറിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടരിയുടെ ബ്രൗൺ കളറിലുള്ള അട ഉണ്ടല്ലോ, അതെടുത്താലും മതിട്ട്, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അട നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണക്കായും പകരമായിട്ട് ഈ ഒരു അട വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഈ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കുക്കർ എടുക്കാം കേട്ടോ. കുക്കറിലാണ് ഞാനിവിടെ പാല് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുക്കർ എടുക്കുമ്പോൾ അതിൽ കറിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേവിച്ചെടുത്തിട്ടുള്ള കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വേണം കേട്ടോ പാല് ചേർക്കാനായിട്ട്. അതല്ലെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയൊരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നീട് മധുരം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് 1 മണിക്കൂറോളം വേണം കേട്ടോ ഈ ഒരു പാലൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാല് കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് 1 മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും ഈ ഒരു പാല് നന്നായിട്ട് വെന്തിട്ട് ചെറിയൊരു പിങ്ക് കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ. അതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ ഒരു കുക്കർ വെക്കാനായിട്ട്. എന്നിട്ട് 1 മണിക്കൂറോ അതല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും ഈ ഒരു അടുപ്പത്ത് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ ഈ ഒരു പാല്. അപ്പോൾ പാല് ഞാനിവിടെ 1 മണിക്കൂർ വെച്ചില്ല കേട്ടോ, ഒരു 3/4 മണിക്കൂറോളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു പിങ്ക് കളറിൽ പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പിങ്ക് കളറിൽ പാല് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അട എടുക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം അട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അട ആയി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു അട ഒന്ന് കഴുകിയെടുക്കണം. ഇതിപ്പോൾ നല്ല പശ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു അട ഒന്ന് കഴുകിയെടുക്കാം. പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുത്താലും മതി കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു അടയിലത്തെ ആ ഒരു പശയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടാവും. ഞാനിവിടെ അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടി കട്ടിയായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ നെയ്യൊക്കെ മതിയാകും. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അട ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കണ അട അല്ല കേട്ടോ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഒരു എത്ര കഴുകിയാലും ഒരു പശപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും സൂരജിൻ്റെ പാലടയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. പ്രാവശ്യം അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതേ പാല് ഞാനിതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലത്തെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മതി. ഇതുപോലെ 1 നുള്ള് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു പായസത്തിൽ ഏലക്കാപ്പൊടി ചുക്കുപൊടി അതൊന്നും ചേർക്കില്ല കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാലും പഞ്ചസാരയും അടയും കുറച്ച് നെയ്യും ഉണ്ടെങ്കിൽ പിന്നെ 1 നുള്ള് ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പാലട പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തിട്ടുള്ള അട ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. ആ ഒരു പരുവായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്കൊരു പായസം നല്ലൊരു പിങ്ക് കളറിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചേട്ടാ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു പിങ്ക് കളറിലൊക്കെ ഈ ഒരു പാലട പായസം കിട്ടും. ഞാനിപ്പോൾ ഒരു 3/4 മണിക്കൂറോളം പാല് കുക്കറിൽ വേവിച്ചെടുത്തത് കൊണ്ട് ചെറിയൊരു പിങ്ക് കളർ മാത്രമാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. നല്ല പിങ്ക് കളറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കുക. അതല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലൊരു ക്രീമി പരുവത്തിലാക്കി എടുക്കുന്നത് കൊണ്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പാലട പായസത്തെ നല്ലോണം തന്നെ കുറുകിയിട്ട് നല്ലൊരു ക്രീമി പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസിലെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഇലയിലൊക്കെ വിളമ്പി കഴിക്കാനുള്ള ആ ഒരു പരുവത്തിലാണ് ഇത് ആക്കിയെടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാലട പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സദ്യയിലൊക്കെ കിട്ടണ അതേ രുചിയിലുള്ളൊരു പായസമാണ് കേട്ടത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.